മൂസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷിന്റെ റിവ്യൂ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. സോ ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തോളം ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച ആളെന്ന നിലയിൽ എനിക്ക് അതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫേസ് വാഷ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണ്ടേ? സോ ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓഷ്യൻ ഫേസ് വാഷിനെ പറ്റി പറയാൻ ഒത്തിരി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫേസ് വാഷ് ഓൾമോസ്റ്റ് 1 ഇയർ യൂസ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസിൽ ആദ്യം തന്നെ ഇതിന്റെ പോസിറ്റീവിനെ പറ്റി പറയാം. ഈ ഒരു ഫേസ് വാഷിന്റെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. നമ്മൾ ഏതൊരാൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുള്ള ഫേസ് വാഷ് ആണ് ഇത് എന്നുള്ളതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ്. പിന്നെ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ചെറിയ ചെറിയ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ബ്രൈറ്റ്നസ്, ഒരു നോർമലി നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് കിട്ടും. എന്നാൽ സോപ്പൊന്നും ഉപയോഗിക്കുമ്പോൾ കിട്ടാത്ത ഒരു ഫ്രഷ്നെസ് ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു തണുപ്പ്, ഒരു കൂളിങ്. പിന്നെ ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് സോപ്പൊക്കെ ഉപയോഗിച്ച് മുഖം കഴിയാലും നമ്മുടെ ഓയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയതുപോലെ ആവില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുമ്പോഴും ചെറിയൊരു ഓയിൽനെസ് ഒക്കെ പോയി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ മാക്സിമം പോസിറ്റീവ്സ് ഉള്ളതൊക്കെ പറയണം എന്ന് വെച്ചിട്ടാണ് ഈ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിന്റെ നെഗറ്റീവ്സിനെ പറ്റി പറയാം. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അതിന്റെ കൂടെ ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടാൻ മറക്കണ്ട. എന്നാലേ ഞാൻ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫേസ് വാഷ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റില്ലാത്ത ഒരു സാധനമാണ് ഈ ഒരു ഫേസ് വാഷ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ pH is around like 5.5 സംതിങ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 4.5 to 5.5 അല്ലെങ്കിൽ മാക്സിമം 6 അതിനുള്ളിലുള്ള pH വാല്യൂ വരുന്ന ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരു 7ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. ഡ്രൈനസ്, ഇറിറ്റേഷൻസ്, മുന്നിലേക്ക് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഡാമേജ് വരുത്താൻ കാരണമാവും. അങ്ങനെ റീസെന്റ് ഒരു ഇൻഫ്ലുവൻസർ ഈ ഒരു മൂസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷിന്റെ pH ടെസ്റ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 7.5 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഫേസ് വാഷിന്റെ കാറ്റഗറിയിൽ പോലും പെടുത്താൻ പാടില്ലാത്ത സാധനമാണ്. കാര്യം ചെറിയൊരു മാറ്റമേ ഉള്ളൂ, പക്ഷേങ്കിൽ ആ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് എന്ന നിലയ്ക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം? എന്നാൽ പിന്നെ നമുക്കൊരു സോപ്പ് മേടിച്ചാൽ പോരെ 20 രൂപേന്റെ. അതിന് ഓൾമോസ്റ്റ് ഇതേ pH ലെവൽ ഉണ്ടാവും, നമ്മുടെ സ്കിന്നിന് ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. 160 രൂപ സംതിങ് അല്ലേ ഈ ബോട്ടിലിന് വരുന്നത്. സോ ആ ഒരു റേറ്റ് കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് കൊണ്ടുവരുന്ന ഒരു സാധനം ഉപയോഗിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? എന്നാൽ പിന്നെ ഞാൻ ചോദിച്ച പോലെ സോപ്പ് ഉപയോഗിച്ചാൽ പോരെ നമുക്ക്. അതാണ് ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആദ്യത്തെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആഡുകളിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ടാവും പിമ്പിൾസ് പോവും, ഡാർക്ക് മാർക്സ് പോവും, മറ്റേത് പോവും, മറിച്ച് പോവും. ഒന്നും പോകത്തില്ല. വെറുതെ ഒരു കൂൾനെസ് തരാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് എന്നുള്ളതിനുപരി ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ ഉപയോഗിക്കാം എന്നുള്ളതിനുപരി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് ഒരു റിപ്പയറിങ്ങോ അല്ലെങ്കിൽ ഒരു ഗുണവും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഫീലേ കിട്ടിയിട്ടില്ല. മറിച്ച് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഒരു ഫ്രഷ്നെസ്, അതൊഴിച്ചാൽ വേറെ ഒരു സാധനവും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്നാ പിന്നെ എന്തിനാ ഇത്രയും നാൾ ഇത് ഉപയോഗിച്ചിരുന്നത്? സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും മേടിച്ച് ഉപയോഗിച്ചല്ല. നമ്മുടെ അന്ന് ഒരു യങ് ഏജിൽ, അതായത് സെബിൻ സിറിയാക്ക് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ, നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് ചാനലത്തെ ആ ഒരു പേജൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിലായിരുന്നു പുള്ളി ആദ്യമായിട്ട് ഈ മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അങ്ങ് മേടിച്ച് തേച്ചു. ഗുണം കിട്ടുന്നുണ്ടോ ദോഷമുണ്ടോ ഒന്നും അറിയുന്നില്ലായിരുന്നു. കോംബോ പാക്കുകൾ ഇങ്ങനെ ലൈക്ക് മൂന്നെണ്ണായിട്ടുള്ള പാക്കുകളൊക്കെ ഇല്ലേ, അങ്ങനെ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് വെച്ച് കുറെ കാലം ഉപയോഗിച്ചു. പക്ഷേ പിന്നീടാണ് സ്കിൻ കെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത്. മറിച്ച് കുറേ കൂടെ സ്കിന്നൊക്കെ ഡ്രൈ ആക്കി എന്നല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വേറെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രൊമോഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. അവർ പറയുന്നത് സാലിസിലിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര കീ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ല സംഭവം. ഈ പറയുന്ന സാധനമൊക്കെ ഇതിലുണ്ട്. പക്ഷേങ്കിൽ ഈ സാലിസിലിക് ആസിഡും നയാസിനമൈഡിനെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളാണല്ലോ അതൊക്കെ. സോ അതൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നല്ല സാധനമാണ് എന്നും വിചാരിച്ച് വാങ്ങും. ഇപ്പൊ ഗുണം കിട്ടുമെന്ന് വിചാരിക്കും. ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കൽ നിർത്തി. ഈ ബോട്ടിലൊക്കെ ഇപ്പോഴും സാധനം ഉണ്ട്, ഫ്രഷ് ആണ്, കുറെ കാലം മുന്നേ മേടിച്ച് വെച്ചത്. പക്ഷെ അത് അതേപോലെ ഉണ്ട്. ഫൈനലായിട്ട് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത്, എന്റെ സജഷൻ പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം ഒരു ഗുണവുമില്ല. വെറുതെ നിങ്ങളുടെ പൈസ കളഞ്ഞ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിന് പകരം വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സോപ്പ് വാങ്ങുന്ന വില ഡവിന്റെ സോപ്പൊക്കെ വാങ്ങുന്നതായിരിക്കും ഇതിലും നല്ലത്. സോ അതാണ് ഗൈസ് എന്റെ റിവ്യൂ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. അപ്പൊ ഇനി ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്ന് പയ്യെ ഡാമേജ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ബൈ.